അശ്വമലയാളം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം. ഞാൻ മധുസൂദൻ പണിക്കർ, അകത്തേത്തറ കളരിക്കൽ, പാലക്കാട്. ഈ ഒരു വീഡിയോ 2024 ഏപ്രിൽ മാസത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും ഗ്രഹഗോചരവശാൽ വരുന്ന മാറ്റങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാസഫലങ്ങൾ എന്നുള്ള ഈ സെഗ്മെൻറ്റിൽ ഈ മാസത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അല്പം യാത്രകളും മറ്റു ജോലി തിരക്കുള്ളത് കൊണ്ട് കഴിഞ്ഞ മാസത്തെ വീഡിയോ ഇടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും പുതിയ നമുക്ക് വീഡിയോ എല്ലാം കാണാനെ കൊണ്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതിന് മുമ്പ് നമ്മുടെ ചാനൽ മെയിൻ പേജിൽ കയറി അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോയും കാണാവുന്നതാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ വായിക്കുക, അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ചെറിയ ചെറിയ സംശയങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. വിശദമായിട്ട് കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗവും അടങ്ങുന്ന മേടം രാശിക്കാർക്ക് ഈ 2024 ഏപ്രിൽ മാസത്തിലുണ്ടാവുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുമ്പോൾ അല്പം ചെലവ് കൂടിയിട്ടുള്ള ഒരു മാസമായിട്ട് സൂചിപ്പിക്കുന്നു. ചെറിയ കാര്യതടസ്സങ്ങളും ചെറിയ പരാജയങ്ങളും ചെറിയ മനക്ലേശങ്ങളും അതുപോലെ തന്നെ മേലധികാരികളുടെ എന്തെങ്കിലും അതൃപ്തി ഉണ്ടാവാനുള്ളതായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാവാമെങ്കിലും ക്രമേണ അത്തരം കാര്യങ്ങളൊന്നും അല്പം നമുക്കൊരു വ്യത്യാസം ഈ മാസം പകുതിക്ക് ശേഷം ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. സർവ്വകാര്യങ്ങളിൽ വിജയമുണ്ടാവാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് വന്നു ചേരാനുള്ള സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരുകയും അതുപോലെ തന്നെ പലതരത്തിലുള്ള മനക്ലേശങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ളവർക്ക് അതൊക്കെ ഒന്ന് മാറിക്കിട്ടി നല്ല പൊതുവെയുള്ള ഒരു മനസമാധാനം, അതുപോലെ തന്നെ കാര്യങ്ങൾക്കൊരു വിജയം, അകന്നുപോയതായിട്ടുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്ന് കൈകൂടി വരേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ചിലർക്ക് സ്ഥാനമാറ്റം വരാം, ജോലിയിലൊക്കെ ഒരു ചെറിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശത്രുകൃതമായിട്ടുള്ള ചില പ്രവൃത്തി ദോഷങ്ങളൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രവൃത്തി മണ്ഡലത്തിലും പുറത്തുമൊക്കെ അല്പം വിരോധങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന നന്നായിരിക്കും. യാത്രകൾ അല്പം ശ്രദ്ധിക്കണം എന്നുള്ള സൂചന തന്നെയാണ് തരുന്നത്. അതുപോലെ തന്നെ ഈ അകാരണമായിട്ടുള്ള ചിന്തകളെ കൊണ്ട് മനസ്സിന് ക്ലേശങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. കൂടുതൽ ജപസാധനകളും അനുഷ്ഠാനങ്ങളിലേക്ക് നമ്മൾ കിടക്കണം. ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യണം. ഈ വ്യാഴമാറ്റം വരെ നമുക്ക് ജന്മവ്യാഴം എന്ന് പറയുന്ന വ്യാഴമ്പഴ നടക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് നേരിടാനുള്ള സാധ്യതയും ഇടയ്ക്കിടയ്ക്ക് സാമ്പത്തിക ഞെരുക്കങ്ങളും ഇതൊക്കെ ചെറിയ മനക്ലേശങ്ങളൊക്കെ വന്നു ചേരേണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ കൂടുതൽ പ്രാർത്ഥനയും വഴിപാടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മറികടക്കാനായിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പൊതുവെ ഈ കാലഘട്ടങ്ങളൊക്കെ മാറുന്ന അവസരങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു മാറ്റങ്ങൾ ഭാവിയിൽ പ്രതീക്ഷിക്കാം. പ്രതാപങ്ങളും ഐശ്വര്യങ്ങളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. ഇഷ്ടകാര്യങ്ങൾ നമുക്ക് കൈകൂടി വരും. രാഷ്ട്രീയം, കലാ സാംസ്കാരിക മേഖലകളിൽ തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവെയുള്ള ഒരു ധനസമൃദ്ധി നമുക്ക് ക്രമേണ വന്നു ചേരും എന്നാണ് കാണുന്നത്. അർഹിക്കുന്ന അംഗീകാരങ്ങളും നമ്മളെ തേടിയെത്തും എന്നുള്ള സൂചനകൾ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ സന്താനങ്ങൾക്കുള്ള മനക്ലേശങ്ങളൊക്കെ തീർന്ന് സന്താന സൗഖ്യം നമുക്കുണ്ടാവാനുള്ള സാധ്യതകളും അതുപോലെ തന്നെ മറ്റ് മാനഹാനികൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ എന്തെങ്കിലും തർക്കങ്ങളോ കൂട്ടങ്ങളോ വ്യവഹാരങ്ങളോ ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് ഒത്തുതീർപ്പിലെത്തിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ മതകാര്യങ്ങളിൽ വിഘ്നം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏത് മതസ്ഥരാണെങ്കിലും അവരവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും വ്യതിചലിച്ച് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊരു സൂചന നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയും പറ്റാവുന്ന ചാരിറ്റികളൊക്കെ ചെയ്യുകയും ധർമ്മകാര്യങ്ങൾ ചെയ്യുകയും ക്ഷേത്ര ദർശനങ്ങളും മറ്റ് ആരാധനാലയങ്ങളൊക്കെ നമ്മൾ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും അതിനൊക്കെ അല്പം സമയം കണ്ടെത്തണം എന്നുള്ള സൂചനകൾ പറയുന്നുണ്ട്. കൂടുതൽ ഈശ്വരീയമായിട്ട് കാര്യങ്ങളും
ധർമ്മകാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യാനായിക്കൊണ്ട് തയ്യാറാവുന്ന പക്ഷം ഏറെക്കുറെ നമുക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ യോഗമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ മാസം ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ ഇതൊരു നമ്മളൊരു പൊതുഫലമായിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ജാതക പരിശോധന നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. തീർച്ചയായിട്ടും ആവശ്യമുള്ളവർ പിന്നെ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമുക്കത് വിശദാംശങ്ങൾ അറിയാനായിക്കൊണ്ട് ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് നമുക്ക് മേടൻ രാശിക്കാർക്ക് ഈ മാസം ലഭിക്കുന്ന വിവരങ്ങൾ. ഇടവൻ രാശിക്കാർക്ക് 2024 ഏപ്രിൽ മാസത്തിലുണ്ടാവുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ സ്ഥാനമാനങ്ങൾ നമ്മളെ തേടിയെത്തും എന്ന് സൂചിപ്പിക്കുന്നു. പലതരത്തിലുള്ള സുഖഭോഗങ്ങൾക്കായിക്കൊണ്ടുള്ള ചെലവ് നമുക്ക് വന്നു ചേരാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും വർക്കുകളൊക്കെ ചെയ്യുക, റെനോവേഷൻ വർക്കുകളൊക്കെ ചെയ്യുക, അതുപോലെ തന്നെ പുതിയ വസ്തുക്കൾ എന്തെങ്കിലും വാങ്ങിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് സുഖാഡംബരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ധനം വിനിയോഗിക്കാനുള്ള സാധ്യതകൾ ഈ മാസം സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള ലാഭങ്ങളും നമ്മളെ തേടിയെത്താം. ഈ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും അല്പം മാറ്റങ്ങൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ചിലർക്ക് ദൂരയാത്രകൾ വരാനുള്ള സാധ്യതകൾ പറയുന്നു. ചിലർക്ക് ട്രാൻസ്ഫറൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചിലർക്ക് കുറച്ച് അധികം ഉത്തരവാദിത്തങ്ങൾ കർമ്മമേഖല ഉണ്ടാവാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു. അത് നല്ല കൃത്യനിർവഹണത്തോടുകൂടി തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കർമ്മരംഗത്ത് ചെറിയ വാദപ്രതിവാദങ്ങൾ, കലഹങ്ങളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപവാദങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്, അത് സൂക്ഷിക്കണം. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ മാസം അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും കരുതലും വേണം എന്ന് സൂചിപ്പിക്കുന്നു. ദൂരയാത്രകൾ വേണ്ടിവരും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഗുരുജനങ്ങളുടെ വിയോഗങ്ങൾ മനസ്സിന് ദുഃഖം ഉണ്ടാക്കും. അതുപോലെ തന്നെ ചിലവർക്ക് സ്ഥാനനഷ്ടങ്ങൾ സംഭവിക്കാൻ, നമ്മൾ പ്രൊമോഷനോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ അത് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നൊരവസ്ഥയുണ്ടാകും. നമ്മുടെ കയ്യിലേക്ക് വരാത്ത ചില അവസ്ഥകളും എല്ലാത്തിനും ഡിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതേപോലെ ഈ ബന്ധുജനങ്ങൾ അല്പം നമുക്ക് അകന്നു നിൽക്കുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളും അവർ മുഖാന്തരം ചില മനക്ലേശങ്ങളൊക്കെ വന്നു ചേരുന്നതായിട്ടുള്ള അവസ്ഥകളും ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ ബന്ധുജനങ്ങൾക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്യാൻ സാധ്യതയുള്ള ഒരു മാസമായിട്ടും ഈ മാസം സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവെ ഈ കണ്ടകശിനി നടക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അതുപോലെ ഈ വ്യാഴം 12 സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം, പ്രത്യേകിച്ച് പരാജയഭീതി, ദുഷ്കീർത്തികൾ, അതുപോലെ തന്നെ കാര്യതടസ്സങ്ങൾ, എല്ലാത്തിനും ഒരു വൈകൽ, ഇതൊക്കെ പൊതുവെ ഇടവരാശിക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എങ്കിലും അതൊക്കെ നമ്മുടെ പരിശ്രമങ്ങളിലൂടെയും ശ്രദ്ധയും കരുതലോടുകൂടിയും വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നവരോടെയും അതുപോലെ തന്നെ പ്രാർത്ഥനകളിലൂടെയും വഴിപാടുകളിലൂടെയൊക്കെ നമുക്ക് ആ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്തു പോവുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായിട്ടും എല്ലാം ഒന്ന് നമുക്ക് കൺട്രോൾ ആവും എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നല്ലവണ്ണം ചെയ്യണം, പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ കൂടുതൽ ഈശ്വരാരാധനയിലേക്ക് നമ്മൾ കടക്കുന്നത് നല്ലതാണ്. അതിനായിട്ട് പ്രത്യേകം സമയം കണ്ടെത്തുക. അതുപോലെ പൊതുവിഷയങ്ങൾ അധികം ഈ സമയങ്ങളിൽ ഇടപെടുന്നത് അത്രയ്ക്ക് നല്ലതല്ല. ആരോഗ്യസ്ഥിതി വളരെയധികം ശ്രദ്ധിക്കണം. ചിലർക്ക് സന്ധിവേദനകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നീർക്കെട്ട്, വാതജന്യമായിട്ടുള്ള അസുഖങ്ങൾ, ചിലർക്ക് മുട്ടുവേദന, കാലുവേദന, അങ്ങനെയുള്ളതായിട്ട് പ്രശ്നങ്ങൾ, തരിപ്പ്, കിടച്ചിൽ പോലുള്ളതായിട്ട് പ്രശ്നങ്ങൾ, ഇതൊക്കെ നേരിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ചികിത്സാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഉദര സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ, കണ്ണിനെന്തെങ്കിലും ദീനങ്ങൾ, തലവേദന, ഉറക്കക്കുറവുകൾ എന്നീ രോഗങ്ങൾ, അതേപോലെ തന്നെ ഉഷ്ണവ്യാധികൾ, ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധയും കരുതലും വേണം. ഭക്ഷണ കാര്യങ്ങൾ നല്ല ഒരു കൃത്യനിഷ്ഠ പാലിക്കണം. പോഷകാഹാരങ്ങളൊക്കെ കഴിക്കണം. ആവശ്യമുള്ള പക്ഷം ചെറിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ആവശ്യമുണ്ട് തീർച്ചയായിട്ടും അത് ചെയ്യണം. അതേപോലെ ശനിയാഴ്ചകൾക്ക് പ്രാധാന്യമെടുത്തുകൊണ്ട് ശാസ്ത്രപ്രീതിക്കുള്ള കാര്യങ്ങളും ശിവക്ഷേത്ര ദർശനങ്ങളും കുടുംബപര ദേവതാക്ഷേത്രങ്ങളൊക്കെ ചെയ്യുകയും അന്നത്തെ ദിവസം കുറച്ച് അധികം നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യാനായിക്കൊണ്ട് ശ്രമിക്കുകയും നിത്യാനുഷ്ഠാനങ്ങളും കൂടുതൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഗോചരവശാൽ വരുന്ന ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പറയുക. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിക്കാനൊക്കെ നമ്മുടെ ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് കൂടുതൽ മറ്റ് പരിഹാരങ്ങളും എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ദിശാപഹാരങ്ങളൊക്കെ മനസ്സിലാക്കി അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതും നന്നായിരിക്കും. അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പ്രയോജനപ്പെടുത്താവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ മാസം നമുക്ക്
ഇടവരാശിക്കാർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മിഥുനം രാശിക്കാർക്ക് ഈ 2024 ഏപ്രിൽ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, സർവ്വകാര്യങ്ങളിൽ വിജയം ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും വിജയപ്രാപ്തിയിലേക്ക് കൊണ്ടുവരാനെ കൊണ്ട് സാധിക്കും. മേലധികാരികളുടെ സപ്പോർട്ടുകളൊക്കെ പ്രതീക്ഷിക്കാം. സമ്പത്തും വരുമാനങ്ങളും വർദ്ധിക്കും. ചിലവർക്ക് ചില ഭാഗ്യയോഗങ്ങൾ കയ്യിലേക്ക് വന്ന് നഷ്ടപ്പെടുന്ന ചില സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവാം. അതിൽ നമ്മൾ മനക്ലേശം വിരാജിക്കേണ്ടതില്ല. ഭാവിയിലും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമങ്ങൾ നടത്താവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മളെ ഭാഗ്യയോഗങ്ങൾ തേടിയെത്തും എന്നുള്ള സൂചന കൂടി പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പിതാവിന് അല്പം ദോഷങ്ങൾ സംഭവിക്കാം. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കാനായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഈ പൊതുവിഷയങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് ചില മാനഹാനികളോ ചീത്ത പേരുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാക്ക്, പ്രവൃത്തി കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ചില നിർദ്ദേശങ്ങൾ അസ്ഥാനത്താവുക. വല്ലാതെ എല്ലാ സ്ഥലത്തും നമ്മൾ കയറി അഡ്വൈസൊന്നും ചെയ്യാനായിട്ട് നിൽക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല എന്നുള്ള സൂചന തരുന്നു. വാക്ക് മുഖാന്തരം പല ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുള്ള ഒരു മാസമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വാദപ്രതിവാദങ്ങളോ കലഹങ്ങളോ ഒക്കെ സംഭവിക്കാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ചിലർക്ക് പ്രവാസം വരാം, ദൂരയാത്രകൾ വരാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. അത് ചില ബന്ധുജനങ്ങൾക്ക് ചില മനക്ലേശങ്ങളോ ഗുരുജനങ്ങൾക്ക് അരിഷ്ടതകളോ അതുപോലെ തന്നെ അമ്മയ്ക്ക് അരിഷ്ടതകളോ ഒക്കെ വരാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. ചിലർക്ക് സ്ഥാനചലനം വരാം, ട്രാൻസ്ഫറൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചിലർക്ക് സ്ഥലം മാറ്റം, ഗൃഹം മാറ്റങ്ങൾ സംഭവിക്കാം. നിലവിലുള്ള സ്ഥലങ്ങളോ ഗൃഹങ്ങളോ ഒക്കെ മാറി പുതിയതായിട്ടുള്ള ഗൃഹനിർമ്മാണങ്ങളോ അല്ലെങ്കിൽ പുതിയ സ്ഥലത്തേക്കുള്ള മാറ്റങ്ങളൊക്കെ ഈ മാസം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള വേണ്ടതായിട്ട് സമ്പത്തുകളും അതുപോലെ തന്നെ മറ്റ് സാഹചര്യങ്ങളൊക്കെ കൈകൂടി വരും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കർമ്മരംഗത്ത് അശാന്ത പരിശ്രമം വേണ്ടിവരും എന്ന് കാണുന്നു. കാരണം ഒരു വഴിക്ക് നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾക്ക് ചെറിയ പരാജയങ്ങളോ തടസ്സങ്ങളോ ഒക്കെ നേരിടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് നല്ലവണ്ണം പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ആരോഗ്യകാര്യത്തിലും ഈ മാസം പ്രത്യേകം ശ്രദ്ധ വേണം. അപ്പോൾ ചലച്ചിലുകൾ കൂടുമെന്ന് പറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുക. മഹാക്ഷേത്ര ദർശനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത പറയാം. അപ്പോൾ തീർത്ഥാടനങ്ങൾ പ്ലാൻ ചെയ്യാം, ടൂർ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. പ്രത്യേകിച്ച് എക്സാമൊക്കെ നന്നായിട്ട് എഴുതാനൊക്കെ സാധിക്കുമെന്നുള്ള സൂചനകൾ തരുന്നുണ്ട്. അതുപോലെ തന്നെ ജോലി കാര്യങ്ങൾക്കൊക്കെ പുതിയ കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ആത്മധൈര്യങ്ങളൊക്കെ വർദ്ധിക്കും. പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാനെ കൊണ്ട് സാധിക്കും. പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും. ഈ അനാവശ്യ ചിന്തകൾ ഒഴിവാക്കാനെ കൊണ്ട് ശ്രമിക്കുക. ചീത്ത കൂട്ടുകെട്ടുകൾ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടു നിൽക്കണം. എന്തെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങളോ ബന്ധനങ്ങളോ നേരിടാം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ചിലപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുകൾ നേരിടാം. ചിലപ്പോൾ ലീഗൽ പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതകളും സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സിന് അസ്വസ്ഥതകൾ, അനാവശ്യ ചിന്തകളൊക്കെ ഒന്ന് കുറയ്ക്കുക. അതുപോലെ മാതാവിനുള്ളതായിട്ടുള്ള ഗ്രഹപ്പിഴകൾ ഒക്കെ ഒന്ന് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിനായി കൊണ്ടുള്ള പരിശ്രമങ്ങൾ, പ്രാർത്ഥനകൾ, വഴിപാടുകൾ ഇതൊക്കെ ചെയ്യണം എന്നും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ കൂടുതൽ ഈശ്വരീയമായിട്ട് കർമ്മങ്ങൾ ചെയ്യാനെ കൊണ്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ദൈവാരാധനയ്ക്ക് നല്ലവണ്ണം പ്രാർത്ഥനകൾ വേണം. മഹാവിഷ്ണു വചനം ചെയ്യണം. അവരുടെ ജാതകങ്ങളും കൂടിയൊക്കെ പരിശോധിക്കുക. കാരണം ഇപ്പോൾ ഇത് നമ്മുടെ ഗോചരവശാലുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ ജാതകം കൂടി നമ്മൾ പരിശോധിക്കുമ്പോഴാണ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുക. ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് മിഥുനം രാശിക്കാർക്ക് ഈ മാസം ലഭിക്കുന്ന വിവരങ്ങൾ. കർക്കിടകൻ രാശിക്കാർക്ക് 2024 ഏപ്രിൽ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുമ്പോൾ, ചിലർക്ക് പെട്ടെന്നുള്ള ചില ആപത്തുകൾ നീങ്ങും എന്നുള്ള സൂചന തരുന്നുണ്ട്. അത് ഫേസ് ചെയ്യാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. ശ്രദ്ധയും കരുതലും വേണം. പ്രത്യേകിച്ച് ദൂരദേശ യാത്രകളുള്ളവർ, വാഹനയാത്രയുള്ളവർ, സാഹസ പ്രവൃത്തികളൊക്കെ നിൽക്കുന്നത് വളരെയധികം സൂക്ഷിക്കണമെന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ ഈ സമയത്ത് വേണം. പെട്ടെന്നുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ കടന്നു പോകാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. ചില ശുഭകാര്യങ്ങൾക്ക് അല്പം തടസ്സങ്ങൾ നേരിടാം. അതുപോലെ തന്നെ ഈ മാസാവസാനത്തോടെ പല മാറ്റങ്ങളും സംഭവിക്കുമെന്നുള്ള സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് എന്തായാലും ഉയർച്ചയുള്ളൊരു മാസം തന്നെയാണ്. വരുമാനങ്ങളൊക്കെ നമുക്ക് വന്ന് ചേരും.
അതുപോലെ ഒരു കുടുംബത്തിലോ പുറത്തുള്ള വ്യക്തികൾക്ക് പെട്ടെന്നുള്ള ഒരു വിയോഗങ്ങളോ ചില മരണദുഃഖങ്ങളോ ഒക്കെ നേരിടാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ വാദപ്രതിവാദങ്ങൾ വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം എന്ന് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ അർഹതയില്ലാത്തിടത്ത് നമ്മൾ നിൽക്കുന്നതോ അർഹതയില്ലാത്തിടത്ത് നമ്മൾ ചെല്ലുന്നതോ അല്ലെങ്കിൽ വാക്കുകൾ അസ്ഥാനത്താവ് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മുഖാന്തരം നമ്മുടെ ഇഷ്ടപ്പെട്ട ബന്ധങ്ങളോ ബന്ധുത്വങ്ങളോ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യവും വീണ്ടും വിചാരത്തോടു കൂടി നമ്മൾ കണ്ണും കാതും തുറന്നു വയ്ക്കുക നമ്മൾ പറയുമല്ലോ. അപ്പോൾ വേണ്ടതിൽ മാത്രം പ്രവർത്തിക്കുക, ശ്രദ്ധയും കരുതലും വേണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ശത്രുക്കളുടേതായിട്ടുള്ള ഉപദ്രവങ്ങളും ദോഷങ്ങളും കുറഞ്ഞു കിട്ടും. ക്രമേണ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കുടുംബത്തിൽ സമാധാനം, ഐശ്വര്യം, ദാമ്പത്യ സൗഖ്യം എന്നിവ ക്രമേണ നമുക്ക് വന്നു ചേരും. സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. ചിലർക്ക് കർമ്മരംഗത്ത് ചലനങ്ങൾ വരാം. പുതിയ ജോലി, പുതിയ സ്ഥലം മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊരു നല്ല മാസമായിട്ടും പ്രത്യേകിച്ച് മാസം കാണുന്നു. കാര്യവിഗ്രഹങ്ങൾക്ക് നല്ലവണ്ണം ഗണപതിയെ പ്രാർത്ഥിക്കണം, മഹാവിഷ്ണുവിനെ ആരാധിക്കണം. അതുപോലെ തന്നെ മാസം ജന്മനക്ഷത്ര ദിവസങ്ങളിൽ നമ്മൾ ഗണപതി ഹോമം, ഭഗവത്സേവം മുതലായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നതും ശനിദോഷ പരിഹാരങ്ങൾ ചെയ്യുന്നതും നല്ലതാണ്. കർമ്മരംഗത്ത് ഏത് സാഹചര്യമാണോ ആ സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എങ്കിലും ക്രമേണ നമുക്ക് കാര്യങ്ങളൊക്കെ കൈകൂടി വരാനും മനസ്സുഖങ്ങളും ദേഹസുഖങ്ങളും വർദ്ധിക്കാനും ബന്ധുജനങ്ങളുടെ സപ്പോർട്ടുകളും ഈശ്വരാനുഗ്രഹങ്ങളും ഭാഗ്യയോഗങ്ങളും ഒക്കെ തേടിയെത്തും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ശുഭമംഗളകർമ്മങ്ങൾക്ക് അല്പം കൂടി ഒരു കാലതാമസം നേരിടും എന്നാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് വലിയ ദോഷമുള്ള സമയങ്ങളല്ല. പ്രത്യേകിച്ച് ഈ അഷ്ടമശനി കാലഘട്ടങ്ങൾ മുതിർന്നവർക്ക് കൂടുതൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു എബോവ് 60 ഉള്ള ആൾക്കാരൊക്കെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്ധിവേദനകൾ, വാതജന്യമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, അത്തരം കാര്യങ്ങൾക്കൊക്കെ ചികിത്സ വേണ്ടതായിട്ട് വരും എന്ന് പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. ഉദര സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ വരാം. ഒരു ധൈര്യക്കുറവൊക്കെ മനസ്സിന് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് കൂടുതൽ നമുക്ക് ജപസാധനകളും അനുഷ്ഠാനങ്ങളിലേക്കും കടക്കുക. ചെറിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ പിതൃക്കളെ സ്മരിക്കുക, കുടുംബപരദേവതയെ പ്രീതിപ്പെടുത്തുക എന്നീ കാര്യങ്ങളൊക്കെ ചെയ്ത് പറ്റാവുന്ന ധർമ്മകാര്യങ്ങൾക്ക് വേണ്ടി ധനം വിനിയോഗിക്കുന്നതും നല്ലതാണ് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ സഹോദരങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടൊരു സാഹചര്യം പ്രത്യേകിച്ച് കാണുന്നുണ്ട്. ക്രമേണ നമുക്ക് ആത്മധൈര്യങ്ങളൊക്കെ വർദ്ധിക്കുകയും പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നൊരു സൂചന കൂടി മാസം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫലങ്ങളൊക്കെ നമ്മുടെ ഗോചരവശാൽ വരുന്ന ഫലങ്ങളാണ്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ ജാതകം പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാക്കാനെ കൊണ്ട് സാധിക്കുക. അപ്പോൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ഓൺലൈൻ കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താനെ കൊണ്ട് ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ നല്ലവണ്ണം പ്രാർത്ഥിക്കുക, ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഈ മാസം കർക്കിടക രാശിക്കാർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മകവും പൂരും ഉത്രത്തിൻ്റെ കാൽഭാഗം അടങ്ങുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ഈ 2024 ഏപ്രിൽ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ ദേഹപീഡകൾ വർദ്ധിക്കാം എന്ന് സൂചിപ്പിക്കുന്നു. ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കണം. മറ്റ് പൊതു വിഷയങ്ങളിൽ ഇടപെടുന്നത് നല്ലതല്ല. ചിലപ്പോൾ വാദപ്രതിവാദങ്ങളോ അടിതടി വഴക്കുകളൊക്കെ സാധ്യത പ്രത്യേകിച്ച് പറയുന്നത് കൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് നന്നായിരിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അത് കുടുംബത്തിന് പുറത്തൊക്കെയുള്ള കർമ്മരംഗത്തൊക്കെയുള്ള സ്ത്രീജനങ്ങളുമായിട്ടുള്ള ചില വെറുപ്പുകളൊക്കെ സമ്പാദിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ വേണം. മേലധികാരികളുമായിട്ടും നമ്മൾ നല്ല ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ പോകണം എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എത്ര കണ്ട് നമ്മൾ അധ്വാനിച്ചാലും എത്ര കണ്ട് നമ്മൾ പ്രവർത്തിച്ചാലും അതിന് അംഗീകാരം കിട്ടാവുകയും അതുപോലെ തന്നെ നമുക്ക് അർഹിക്കുന്ന ഒരു പരിഗണന ലഭിക്കായിയൊക്കെ മനസ്സിന് തോന്നുന്നത് കൊണ്ട് പല ബുദ്ധിമുട്ടുകളും നേരിടും, മാനസിക പ്രയാസങ്ങൾ നേരിടും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേ അവസ്ഥകൾ ദാമ്പത്യ ജീവിതത്തിലും വരാം, ശ്രദ്ധിക്കണം. പലതരത്തിലുള്ള വിരഹങ്ങളും വിയോഗങ്ങളും സംഭവിക്കാം. ദൂരദേശയാത്രകൾ സംഭവിക്കാം. കുടുംബമൊക്കെ മാറി അല്പം ദൂരസ്ഥലങ്ങളിലിരിക്കാനുള്ള സാഹചര്യങ്ങളോ അല്ല ഭാര്യാഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും ചെറിയ മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായി രണ്ടുപേരും അകന്നിരിക്കേണ്ടതായിട്ട് ചില സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കലഹങ്ങളും വാദപ്രതിവാദങ്ങളും തെറ്റിദ്ധാരണകളും ഒഴിവാക്കി മുന്നോട്ട് പോകണം എന്നുള്ള സൂചനകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ യാത്ര കാര്യങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. പെട്ടെന്നുള്ള ചെറിയ അപകടങ്ങളോ ചിലർക്ക് സർജറി മുതലായിട്ട് കാര്യങ്ങൾ
കണ്ണിന് നീരങ്ങൾ, ഉദര സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, സന്ധിവേദനകൾ ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്, ശ്രദ്ധിക്കുക. എങ്കിലും ഭാഗ്യവർദ്ധന ഉണ്ടാവും. സാമ്പത്തിക സ്ഥിതി നമുക്ക് പൊതുവെ മെച്ചം കാണുന്നുണ്ട്. ഗുരുജനങ്ങളുടെ സപ്പോർട്ടുകൾ നമുക്കുണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. ധർമ്മ ചിന്ത വെടിയാതെ മുന്നോട്ട് പോകണം. പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോവുകയും വേണം. അതുപോലെ തന്നെ ഗൃഹം, വാഹനം മുതലായിട്ട കാര്യങ്ങളൊക്കെ ക്രയവിക്രയങ്ങളൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ള ഒരു മാസമായിട്ട് സൂചിപ്പിക്കുന്നു. സ്ഥലം കൊടുക്കുക, വാങ്ങിക്കുക, റെനോവേഷൻ വർക്കുകളൊക്കെ ചെയ്യുക, അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു സമയമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. പൊതുവെ ഈ കണ്ടകശിന് നടക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും അല്പൊരു ശ്രദ്ധ നമുക്ക് വേണം. അതുപോലെ മനക്ലേശങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങൾ അത്ര കണ്ട് നമുക്ക് മെച്ചപ്പെടും എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ ഈ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്ന സമയത്തെങ്കിൽ തക്കതായിട്ടുള്ള ഒരു പ്രതിഫലം കിട്ടായിക, അല്ലെങ്കിൽ അതിൻ്റെ വില നമുക്ക് ലഭിക്കായിക, അങ്ങനെയൊക്കെ ഒരു വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ നടത്തി ചെയ്യുന്നതായിട്ട് ചില അവസ്ഥകളും ഉണ്ടാവും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ദാമ്പത്യ ജീവിതത്തിലാണ് എന്ന് പറയുന്നു. പുരുഷന്മാരാണെങ്കിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും മനക്ലേശങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ വിഷമതകളോ ഒക്കെ നേരിടാൻ സാധ്യതയുണ്ട്. സ്ത്രീജനങ്ങളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഭർത്തൃസ്ഥാനത്തേക്ക് അല്പം ദോഷമുള്ള ഒരു കാലഘട്ടങ്ങളൊക്കെ ആയതുകൊണ്ട് സ്ത്രീജനങ്ങൾ പ്രത്യേകം സോമവാരവ്രതം എടുത്ത് ശിവാരാധന ചെയ്യുന്നത് നല്ലതാണ്. വിവാഹം നടക്കാത്തതായിട്ട് വ്യക്തികൾ പ്രത്യേകിച്ച് നല്ല വിവാഹങ്ങൾ വരാനായിക്കൊണ്ട് പ്രാർത്ഥിച്ച് സോമവാരവ്രതം അനുഷ്ഠിക്കുന്നതും, വിവാഹം കഴിഞ്ഞവർ പ്രത്യേകിച്ച് ദാമ്പത്യ ഐക്യത്തിനും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ആയുസ്സും ആരോഗ്യം ഉണ്ടാവാനെ കൊണ്ട് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ ഈ കുടുംബത്തിൽ വരുന്ന അഭിപ്രായ ഭിന്നതകളും പ്രശ്നങ്ങളൊക്കെ മാറാൻ ഐകമത്യ സൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നതും നന്നായിരിക്കും. ക്രമേണ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും. രാജ്യ ബഹുമാനാദി കാര്യങ്ങൾ നമ്മളെ തേടിയെത്തും എന്ന് പറയുന്നു. അംഗീകാരങ്ങളും പ്രശസ്തികളും നമ്മളെ തേടിയെത്തും എന്ന് പറയുന്നു. പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിക്കൊണ്ട് സാധിക്കും എന്നുള്ളതും ഈ മാസം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഗോചരവശാലുള്ള ഫലങ്ങളാണ് നമ്മൾ പറയുക. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ജാതകം പരിശോധിക്കുമ്പോഴാണ് ദിശാപഹാരങ്ങളൊക്കെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിക്കൊണ്ട് സാധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ആവശ്യമുള്ളവർ നമ്മൾ ജാതക പരിശോധനയ്ക്ക് ആയിക്കൊണ്ട് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ചിങ്ങൻ രാശിക്കാർക്ക് ഈ മാസം ലഭിക്കുന്ന വിവരങ്ങൾ. ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തും ചിത്തരുടെ ആദ്യ പകുതിയും അടങ്ങുന്ന കന്നിരാശിക്കാർക്ക് ഈ 2024 ഏപ്രിൽ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ യാത്രാക്ലേശങ്ങൾ ഉണ്ടാകുന്നവരാണ്. ദൂരദേശ യാത്രകൾ ആവശ്യമായിട്ട് വരും. അതിൻ്റേതായിട്ടുള്ള ക്ഷീണങ്ങളും മനക്ലേശങ്ങളും ഉണ്ടാവാം. ആരോഗ്യസ്ഥിതി വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. കാരണം ഈ ജന്മത്തിൽ കേതുവൊക്കെ പ്രവേശിച്ച സമയമാണ്. രാഹു കേതുക്കളുടെ ദോഷം നിൽക്കുക, അഷ്ടമവ്യാഴം എന്ന് പറയുന്ന ദോഷങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടങ്ങളായതുകൊണ്ട് പലതീലുള്ള ദേഹപീഡകൾ ഉണ്ടാവാം, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങളും പ്രശ്നങ്ങളും വാദപ്രതിവാദങ്ങളും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്ധിവേദനകൾ, അതുപോലെ തന്നെ ഉദര സംബന്ധിക്കുന്ന ചില പ്രശ്നങ്ങൾ, ഉറക്കക്കുറവുകൾ, പെട്ടെന്നുള്ള പല ഡിപ്രഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യത കൂടുതലാണ്. ചിലർക്ക് അകാരണമായിട്ട് ക്ഷീണം, തളർച്ച, വയ്യായ ഇതൊക്കെ സംഭവിക്കാം. അപ്പോൾ ചില പ്രഷറിൻ്റെ വേരിയേഷനൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. എന്നാൽ സാമ്പത്തികപരമായിട്ട് നമുക്ക് വന്നു ചേരാനുള്ള സാധ്യതകൾ ഉയർച്ചയൊക്കെ ഉണ്ടാവും എന്നുള്ള സൂചനയാണ് തരുന്നത്. സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാവും എന്നുള്ള സൂചനയാണ് തരുന്നത്. ചിലർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാം. ചില വിശ്വാസവഞ്ചനകളായിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ആർക്കെങ്കിലും കൊടുത്തിട്ട് നമുക്കത് തിരിച്ച് ലഭിക്കായിക, അത് മുഖാന്തരം ചില മനക്ലേശങ്ങളോ ചിലപ്പോൾ വ്യവഹാരങ്ങളോ നേടാനുള്ള സാധ്യതകളും ഈ സമയത്ത് പറയുന്നുണ്ട്. ചിലർക്ക് വ്യവഹാരം, ലീഗൽ പ്രശ്നങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. എങ്കിലും നമ്മൾ ശ്രദ്ധയും കരുതലോടെ മുന്നോട്ട് പോവുക. കൂടുതൽ നമ്മൾ അത്യാധ്വാനങ്ങളും ഈ സമയത്ത് വേണ്ടിവരും. വ്യാഴമ്പഴയൊക്കെ തീരുന്നവരെ എന്തായാലും നമുക്ക് ഈ മാസത്തെ വ്യാഴമാറ്റം മുതലായിട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും കാണാനെ കൊണ്ട് സാധിക്കും. അപ്പോൾ അത്തരം അതുവരെ നമ്മൾ കൂടുതൽ പ്രാർത്ഥനകളും വഴിപാടുകളും മഹാവിഷ്ണു പ്രീതിക്കുള്ള കാര്യങ്ങളും വ്യാഴാഴ്ച ദിവസങ്ങൾക്ക് പ്രാധാന്യം എടുത്തുകൊണ്ടും ശനിയാഴ്ച ദിവസങ്ങൾക്ക് പ്രാധാന്യം എടുത്തുകൊണ്ടും വഴിപാടും കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതുതന്നെ ഗുരുജനങ്ങൾക്ക് അല്പം അരിഷ്ടതകൾ കടന്നു പോവാം. ധനനഷ്ടം, ദുർഭയം മുതലായിട്ട കാര്യങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും നല്ല ഉണർവും ഉന്മേഷത്തോട് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ മടിയൊക്കെ ഒന്ന് വിട്ട് മാറ്റി നമ്മൾ വേണ്ട കാര്യങ്ങൾക്ക് പരിശ്രമിക്കുന്നതായിരിക്കും.
അതുപോലെ തന്നെ എവിടെയും വാദപ്രതിവാദങ്ങൾക്ക് നിൽക്കരുത്, കലഹങ്ങളോ പ്രശ്നങ്ങളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അധിക ചുമതലകൾ ഈ സമയത്തുണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. വ്യക്തിത്വ പ്രതിസന്ധികൾ നേരിടാം എന്നാണ്. അപ്പോൾ നമുക്ക് അർഹിക്കുന്ന പരിഗണന നമുക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന അനുസരിച്ചിട്ടുള്ള ഒരു ഗുണം നമുക്ക് ലഭിക്കുന്നില്ല എന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇത്തിരി ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിന് പെട്ടെന്ന് എടുത്തുചാട്ടം, ദേഷ്യം, ആലോചിക്കാതെ കൊണ്ടുള്ള പ്രവൃത്തികൾ ഇതൊക്കെ ഇത്തിരി ദോഷം ചെയ്യും എന്നുള്ള സൂചന നമുക്ക് തരുന്നുണ്ട്. അത് മുഖാന്തരം ചില പരാജയങ്ങളും ചിലക്ക് തിരിച്ചടികളൊക്കെ നേരിടാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഇപ്പോൾ ജോലിയിൽ മനസ്സ് വയ്ക്കുക, കാലദോഷ നിവൃത്തിക്കുള്ള പ്രാർത്ഥനകൾ ചെയ്യുക, പുതിയ വിഷയങ്ങളും അല്പം ഒഴിഞ്ഞു നിൽക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളാണ് ഈ മാസം നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. ഇപ്പോൾ ഗ്രഹഗോചരവശാൽ വരുന്ന ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ ഫലങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കുക. കൂടുതൽ വിശദാംശങ്ങൾക്ക് നമ്മൾക്ക് ജാതകമൊക്കെ പരിശോധിക്കാൻ ആണെന്ന് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഓൺലൈൻ വഴി കൺസൾട്ടേഷനൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ മാസം ലഭിക്കുന്നതായിട്ടുള്ള വിവരം. ചിത്രയേറെയും ചോദ്യം വിശാഖത്തിൻ്റെ 3/4 ഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കാർക്ക് 2024 ഏപ്രിൽ മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ, മുൻകാലങ്ങളിലുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും രോഗങ്ങൾക്കൊക്കെ ഒരു ശമനമുണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. ആത്മവിശ്വാസം നേടിയെടുക്കാനെക്കൊണ്ട് സാധിക്കും. ശത്രുദോഷങ്ങളും മറ്റുള്ളവരുടെ ശത്രുതയും വിരോധങ്ങളും ഒന്ന് കുറഞ്ഞു കിട്ടും. പലതരം ദുഃഖങ്ങളും മനസ്സിന് ക്ലേശങ്ങളും ഉണ്ടാകുന്നതായിട്ടുള്ള അവസ്ഥയിൽ നിന്നും നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. അർഹിക്കുന്ന ഒരു പരിഗണനയും സ്ഥാനമാനങ്ങളും നമുക്കെല്ലാവിടുന്ന് ലഭിക്കും എന്നുള്ളതും അതിനനുസരിച്ച് തന്നെ കർമ്മരംഗത്ത് അഭിവൃദ്ധിയും സാമ്പത്തിക ലാഭങ്ങളും ഒക്കെ ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടേതായിട്ടുള്ള ഈ വേണ്ടാത്ത തോന്നലുകൾ, നെഗറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളെയും സമീപിക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങൾ അത് നമുക്ക് നല്ല ഫലങ്ങളെ, നമുക്ക് വരേണ്ട നല്ല കാര്യങ്ങളെ അല്ലെങ്കിൽ നല്ല വ്യക്തിബന്ധങ്ങളെ നഷ്ടപ്പെടുത്താനുള്ള സാധ്യതകളുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ കലഹങ്ങളും മനക്ലേശങ്ങളൊക്കെ ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. വിവാഹമംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു സമയസന്ദർഭമായിട്ട് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ വിവാഹശേഷം ദൂരയാത്രകളോ ഒക്കെ ഉണ്ടാവാം. സന്താനപ്രാപ്തിക്ക് ഈ സമയത്ത് പറയുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും വസ്തു ക്രയവിക്രയങ്ങൾ, ഭൂമി ലാഭങ്ങൾ, സ്ഥലം, വീട്, വാഹനാദി കാര്യങ്ങൾ ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ട് സൂചിപ്പിക്കുന്നു. ക്രമേണ കാര്യതടസ്സങ്ങൾ നീങ്ങും. അതുപോലെ തന്നെ ഈ വിലപിടിപ്പുള്ള വസ്തുക്കൾ കയ്യിൽ നിന്ന് എന്തെങ്കിലും മോഷണം പോവായി വീണ് പോകായോ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കടബാധ്യതയുള്ളവർക്ക് കടങ്ങളൊക്കെ ഒഴിഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പേപ്പേഴ്സൊക്കെ തിരിച്ചെടുക്കാനെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ എല്ലാ പ്രവൃത്തികളിലും ഒരു ഉന്മേഷം, ഉണർവ്, ശത്രുക്കളിൽ നിന്നും ജയം, കടബാധ്യതകൾക്കൊരു ശമനം, രോഗാതിനർത്ഥങ്ങളൊക്കെ മാറിക്കിട്ടുക, പലതരത്തിലുള്ള പുരോഗതികൾ നമ്മളെ തേടിയെത്തും. പ്രതീക്ഷിക്കാത്ത പല സ്ഥാനമാനങ്ങളും അർഹിക്കുന്ന സമ്പത്തുകളും നമ്മൾ പ്രവർത്തിക്കുന്ന അനുസരിച്ചിട്ടുള്ളതായിട്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനുള്ളതായിട്ട് യോഗങ്ങളും വിദേശ യോഗങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള ചെലവുകൾ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ പ്രോപ്പർട്ടിയാക്കി മാറ്റിവെക്കുന്നത് നന്നായിരിക്കും എന്ന് സൂചന തരുന്നുണ്ട്. ഈ മറ്റ് ദുശ്ശീലങ്ങളോ ദുസ്വഭാവങ്ങളിലേക്ക് പോകാതെയും അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളും മറ്റ് നെഗറ്റീവായിട്ടുള്ള ചിന്തിക്കുന്നതായിട്ട് വ്യക്തികളുമായിട്ട് സഹവാസങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി വളരെ പോസിറ്റീവായിട്ട് വ്യക്തികളുമായിട്ട് നമ്മൾ കൂടി ചേരാനും അവരുമായിട്ടൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ വെച്ച് മുന്നോട്ട് പോകുന്നതും നന്നായിരിക്കും. എല്ലാത്തിനും നല്ല പ്രാർത്ഥനയും വഴിപാടും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള സൂചനയും നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് നമുക്ക് ഗ്രഹഗോചരവശാൽ ഈ മാസം ലഭിക്കുന്നതായിട്ട് വിവരങ്ങൾ. ജാതകവശാൽ കൂടി വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. ഇത്തരം വിഷയങ്ങളൊക്കെയാണ് നമുക്ക് തുലാരാശിക്കാർക്ക് ഈ മാസം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികൻ രാശിക്കാർക്ക് ഈ 2024 ഏപ്രിൽ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് സന്താനങ്ങളെക്കുറിച്ച് ആലോചിച്ച് വളരെയധികം ദുഃഖം മനസ്സിലേക്ക് ഉണ്ടാവും എന്ന് സൂചന തരുന്നു. ഒരുപാട് വ്യക്തി വിരോധങ്ങളും ശത്രുതയും മനക്ലേശങ്ങളും കടന്നുപോകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നമ്മുടെ വാക്കും പ്രവൃത്തിയും കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ വേണ്ടപ്പെട്ട വ്യക്തികൾ തന്നെ നമുക്ക് അകന്നു നിൽക്കുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളും
നമ്മളെടുക്കുന്ന ചില നിലപാടുകളും തീരുമാനങ്ങളും മറ്റുള്ളവർക്ക് വിരോധമായിട്ട് വരുന്ന ഒരു സാഹചര്യങ്ങളും നമുക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കായും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥകളും മനസ്സിനും ദേഹത്തിനും ക്ലേശങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ചിലർക്ക് ഉദര സംബന്ധിക്കുന്ന പെട്ടെന്നുള്ള അസുഖങ്ങളൊക്കെ കടന്നു പോവാം. പൊതുവെയുള്ള സ്വസ്ഥത കുറയുന്ന ഒരു കാലഘട്ടമാണ്. വളരെ മോശപ്പെട്ട സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയും ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാവുകയും നെഗറ്റീവായിട്ട് ചിന്തകൾ വർദ്ധിക്കുകയും നമ്മുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് വളരെയധികം ആകുലതകൾ മനസ്സിലുണ്ടാവാനുള്ള സാധ്യതയും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അല്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായിരുന്നതായിട്ടുള്ള മനക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അത് തന്നെ മനസ്സിൽ അലട്ടലുണ്ടാക്കി അതിൽ നിന്നും നമുക്ക് മാറിപ്പോവാൻ പറ്റാത്ത ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളും അതുകൊണ്ട് തന്നെ ചില മാനസിക പ്രയാസങ്ങളും ചിലവർക്ക് പെട്ടെന്നൊരു ഡിപ്രഷനൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് സൂചിപ്പിക്കുന്നു. അത്തരം കാര്യങ്ങളിൽ നിന്നും നമ്മൾ മറികടക്കേണ്ടതുണ്ട്. മാനസിക പ്രയാസങ്ങളിൽ നിന്നും നമ്മൾ മറികടക്കേണ്ടതുണ്ട്. ആവശ്യമുള്ള പക്ഷം വല്ല കൗൺസിലിങ്ങോ മറ്റു കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ നടത്തുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അത്തരം നല്ല വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനെ കൊണ്ട് ക്ഷമിക്കുകയും പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതി നമ്മൾ വരുത്തുകയും ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. ചിലർക്ക് നഷ്ടബോധമാവാം, ചിലവർക്ക് ഭാവിയെക്കുറിച്ച് ചില ആകുലതകളാവാം, ചിലർക്ക് സന്താനങ്ങളെക്കുറിച്ചുള്ള ദുഃഖങ്ങളാവാം, ചിലർക്ക് കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള വിഷമതകളാവാം. അത്തരം ദുഃഖങ്ങളും ദുരിതങ്ങളും വളരെയധികം മനസ്സിന് അലട്ടും എന്നുള്ള സൂചന തരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധയും കരുതലും ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കൂടുതൽ ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. നല്ല ആരോഗ്യസ്ഥിതി ഉണ്ടാക്കിയെടുക്കണം. വ്യായാമങ്ങൾ പരിശീലിക്കണം. അതുപോലെ തന്നെ ജപസാധനങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യാനെ കൊണ്ട് ഈ സമയത്ത് ശ്രദ്ധിക്കണം. നല്ല പോഷകാഹാരങ്ങൾ ഈ സമയത്ത് കഴിക്കേണ്ടതുണ്ട്. ബന്ധുജനങ്ങളുമായിട്ടും നല്ല രമ്യത്തിൽ പോകാനെ കൊണ്ട് ശ്രമിക്കണം. മനഃശാഞ്ചല്യം മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ ഈ ഭാവിയെക്കുറിച്ച് ആലോചിച്ചുള്ള വിഷമതകളൊക്കെ ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. മാതാവിന് അരിഷ്ടതകളും പെട്ടെന്നുള്ള അപകടങ്ങളോ രോഗങ്ങളോ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ അധിവസിക്കുന്ന സ്ഥലം മാറി മറ്റൊരു സ്ഥലത്തേക്ക് ഉള്ള പ്രവാസങ്ങളൊക്കെ ഉണ്ടാവും, പ്രയാണങ്ങളൊക്കെ ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ചിലർക്ക് നിലവിലുള്ളതായിട്ട് സ്ഥലം ആയിട്ട് ബന്ധപ്പെട്ട മുൻകാലങ്ങളിലെ തർക്കങ്ങളും കൂട്ടങ്ങളും പരിഹരിക്കപ്പെടും. അതുമായിട്ട് ബന്ധപ്പെട്ട ചില വാദപ്രതിവാദങ്ങളോ വ്യവഹാരങ്ങളോ തർക്കങ്ങളോ കൂട്ടങ്ങളോ ഒക്കെ ഈ സമയത്ത് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചിലർക്ക് വിശ്വാസ വഞ്ചനകൾ അതിലൂടെ വരാം. ഭൂമി തർക്കങ്ങളോ അല്ലെങ്കിൽ ഭൂമി അപഹരിക്കലോ അർഹതപ്പെട്ടത് മറ്റുള്ളവർ കൈയടക്കുന്നതായിട്ട് സ്ഥിതിവിശേഷങ്ങളോ അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും അന്യായം ബോധിപ്പിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളോ കോടതി വ്യവഹാരങ്ങളോ ഒക്കെ സംഭവിക്കാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധയും കരുതലും എടുക്കണം എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രവൃത്തി മണ്ഡലത്തിൽ മേലധികാരികളുമായിട്ട് നമ്മൾ ഒരു സമന്വയത്തോട് പോകണം. കലഹങ്ങളും വാദപ്രതിവാദം ഒഴിവാക്കുക. പൊതുവിഷയങ്ങളൊന്നും അല്പം ഒന്ന് മാറി നിൽക്കുക. എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. കാര്യങ്ങൾക്കൊരു വ്യക്തത വേണം, ഒരു പ്ലാനിങ് വേണം. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങൽ നടത്തുന്നതിൽ അല്പം ശ്രദ്ധ കരുതൽ വേണം. എല്ലാം അന്ന് കണ്ണടച്ച് വിശ്വസിച്ച് ഒന്നും ചെയ്യരുത്. പലതും വഞ്ചിക്കപ്പെടാനോ അല്ലെങ്കിൽ പറ്റിക്കപ്പെടാനൊക്കെ ഉള്ള സാധ്യതകൾ, വിശ്വാസ വഞ്ചനകളൊക്കെ വരുത്താനുള്ള സാധ്യതകളൊക്കെ കൂടിയ ഒരു സമയങ്ങളായതുകൊണ്ട് അതിലൊക്കെ ശ്രദ്ധയും കരുതലും വേണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അതുപോലെ പെട്ടെന്നുള്ള ഒരു മാനസിക പ്രയാസങ്ങൾ കൊണ്ട് നമ്മൾ ദുശ്ശീലങ്ങളിലേക്ക് കടക്കരുത് എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. വേണ്ടുന്നതായിട്ടുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ചെയ്യുക. ജാതകം പരിശോധിക്കുക. ജാതകത്തിൻ്റെ വശങ്ങളും കൂടി മനസ്സിലാക്കി അതിനെന്തെങ്കിലും വഴിപാടുകളോ പ്രാർത്ഥനകളോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടിയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ ജാതക പരിശോധന കാര്യങ്ങൾക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വാട്സപ്പ് വഴി നമ്മളെല്ലാ ഡീറ്റെയിലും നമ്മൾ നോക്കി പരിശോധിച്ച് കൊടുക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെയാണ് നമുക്ക് ഈ മാസം ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. മൂലവും പൂരാടും ഉത്രാടത്തിൻ്റെ കാൽഭാഗവും അടങ്ങുന്ന ധനുരാശിക്കാർക്ക് 2024 ഏപ്രിൽ മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ നമ്മളത് പരിശോധിക്കുമ്പോൾ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ധാരാളം ചെലവ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ പല വസ്തുവകകളൊക്കെ വാങ്ങിച്ചേർത്തുക, ഗ്രഹം മോടി പിടിപ്പിക്കുക, അല്ലെങ്കിൽ റെനോവേഷൻ വർക്കുകളൊക്കെ വേണ്ടി കുറേ പൈസയൊക്കെ ഈ സമയത്ത് ചിലവാക്കുക, അല്ലെങ്കിൽ ഭൂമി വാങ്ങിക്കുക, ഇതൊക്കെ ഈ മാസം സംഭവിക്കുന്നൊരു കാര്യമായിട്ട് പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് ക്ഷമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതൊക്കെ വളരെയധികം അനുകൂലമാവും. വസ്തു തർക്കങ്ങൾ വരാതെ നോക്കുക.
എവിടെയെങ്കിലും നമ്മൾ പോയിട്ട് കുടുങ്ങാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ സമയത്ത് വേണം. അതൊക്കെ ഇത്തിരി ശ്രദ്ധിക്കണം എന്ന് പറയാം. നമുക്ക് അർഹതപ്പെട്ടതായിട്ടുള്ള ഭൂമികളൊക്കെ ആണെങ്കിലും ഇപ്പോൾ പൂർവ്വസ്വത്ത് മുതലായിട്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അർഹതപ്പെട്ടത് ചോദിച്ച് വാങ്ങിക്കേണ്ട ഒരു സാഹചര്യമാണ് സമയത്ത് സൂചിപ്പിക്കുന്നത്. അല്ലാത്ത പക്ഷം മറ്റുള്ളവരത് കൈയടക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ആരോഗ്യകാര്യത്തിൽ ചെറിയ ശ്രദ്ധകളൊക്കെ ഈ സമയത്ത് വേണം. സഹോദരങ്ങളെ കൊണ്ട് ഗുണം, ബന്ധുജനങ്ങളെ കൊണ്ടുള്ളതായിട്ടുള്ള പല വിധമായിട്ടുള്ള സഹായ സഹകരണങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതം വളരെയധികം ഗുണകരമായിട്ട് പോവും. സൽസന്താനപ്രാപ്തി ഈ സമയത്ത് പറയുന്നു. മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകൂടി വരാനും സൽകീർത്തിയും ഐശ്വര്യങ്ങളും കർമ്മരംഗത്ത് അഭിവൃദ്ധിയും സാമ്പത്തിക ലാഭങ്ങളും പ്രത്യേകിച്ച് സന്താന സൗഭാഗ്യങ്ങളും അതുപോലെ തന്നെ മാതൃഗുണങ്ങളും ബന്ധുജനപ്രീതിയും ഐശ്വര്യങ്ങളും ആരോഗ്യപുഷ്ടി ധനാഗമം കാര്യസിദ്ധി കൃഷി ധനധാന്യ വർധനവ് മനസ്സുഖം എന്നീ ഗുണങ്ങളൊക്കെ ഈ മാസം നമുക്ക് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. മനഃശാഞ്ചല്യങ്ങൾ ഒഴിവാക്കുക, തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. എസ് ഓർ നോ എന്നുള്ള തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. എസ് ആണെങ്കിൽ ചെയ്യുക, നോ ആണെങ്കിൽ അപ്പം തന്നെ വിട്ടുകളയുക. രണ്ട് തോണിയിൽ കാലിൽ തെട്ടുന്നതായിട്ടുള്ള അവസ്ഥ ഉണ്ടാവരുത്. പദവികളിൽ വീഴ്ച വരാതെ നോക്കണം. നമുക്ക് ഉത്തരവാദിത്തങ്ങൾ അതേപടി നിർവഹിക്കാൻ ശ്രമിക്കണം. അശാന്ത പരിശ്രമം വേണം. ജോലിയിൽ കൂടുതൽ ഭാരങ്ങളൊക്കെ വരാം, എങ്കിലും അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് സ്ഥാനമാനങ്ങളും സമ്പത്തും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരും എന്നുള്ളത് സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാവിയെക്കുറിച്ചുള്ള അകാരണമായിട്ടൊരു ഭയം മുതലായിട്ട് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഈ പൊതു കാര്യങ്ങൾ ഇടപെടുന്ന അല്പം ശ്രദ്ധിക്കണം. തെരഞ്ഞെടുപ്പിലൊക്കെ തിരി തോൽവി സംഭവിക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. തീർത്ഥയാത്ര, ദൂരയാത്രകൾ, ഉല്ലാസയാത്രകളൊക്കെ പ്ലാൻ ചെയ്യാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് കാണുന്നു. ചില കാര്യങ്ങൾക്ക്, ചില പദ്ധതികൾക്ക് ചില കാലതാമസം നേരിടുമെങ്കിലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളൊരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ജാതകശാലൊക്കെ പരിശോധിക്കുക. നല്ല ഗുണദോഷ സമയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ജാതകശാലയുടെ ഫലങ്ങളൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിക്കൊണ്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് നമുക്ക് ധനുരാശിക്കാർക്ക് ഈ മാസം ലഭിക്കുന്നതായിട്ടുള്ള വിവരം. ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന മകരം രാശിക്കാർക്ക് ഈ 2024 ഏപ്രിൽ മാസത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ സ്ഥാനമാന ലാഭങ്ങൾ ഉണ്ടാവും. ശത്രുദോഷങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും. ശത്രുക്കളുടേതായിട്ട് പ്രവൃത്തികളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. പ്രത്യേകിച്ച് ധനപുഷ്ടി പറയുന്നു. ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ദുർവ്യയങ്ങൾക്കും ഒരു സമാധാനം നമുക്ക് വരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മുമ്പ് നഷ്ടപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് തിരിച്ച് എടുക്കാനും അതുപോലെ നമുക്ക് ആ നഷ്ടങ്ങളെ നികത്താനായിക്കൊണ്ടുള്ള പരിശ്രമങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള സൂചന തരുന്നുണ്ട്. അപ്പോൾ ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യുന്നത് തെറ്റില്ല. മനസ്സ് വെച്ച് പ്രവൃത്തി മണ്ഡലത്തിൽ മനസ്സ് വെച്ച് തീർച്ചയായിട്ടും അതിനെ നന്നാക്കാനായിക്കൊണ്ട് ശ്രമിക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയം കൈവരിക്കാനും കൊണ്ട് സാധിക്കും. കടബാധ്യതകൾ ഒഴിയും. അതുപോലെ തന്നെ മേലധികാരികളുമായിട്ടും നമ്മൾ നല്ല രമ്യതയിൽ മുന്നോട്ട് പോകാനെ കൊണ്ട് ശ്രമിക്കണം. ബന്ധുജനങ്ങൾക്ക് ക്ഷേമങ്ങളും ഐശ്വര്യങ്ങളും അവർ മുഖാന്തരം നമുക്ക് അനുകൂലസ്ഥയും ഉണ്ടാവും. പൊതുവെ കുടുംബത്തിൽ പുരോഗതിയും ദാമ്പത്യ ഐക്യങ്ങളും നേരത്തെ ഉണ്ടായിരുന്നതായിട്ട് വിരോധങ്ങളും മനക്ലേശങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരു ഐക്യം സമാധാനം ഉണ്ടാവേണ്ട ഒരു സാഹചര്യങ്ങളായിട്ടും പ്രത്യേകിച്ച് യാത്രകൾ വേണ്ടിവരും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ജോലിപരമായിട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് കൂടുതൽ ദൂരയാത്രകളോ തീർത്ഥാടനങ്ങളോ മറ്റ് ടൂർ പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള വലിയ ട്രിപ്പുകളൊക്കെ വേണ്ടിവരും എന്നുള്ള സൂചനകൾ സൂചിപ്പിക്കുന്നു. ചിലർക്ക് പെട്ടെന്ന് വിദേശത്തൊക്കെ പോയി പോകാനുള്ള സാഹചര്യം ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഗൃഹവാഹന ലാഭങ്ങൾ പറയുന്നു. അപ്പോൾ ഗൃഹനിർമ്മാണം മുതലായിട്ട് കാര്യങ്ങൾ ഈ സമയത്ത് നടത്താം. ഭൂമി ലാഭങ്ങൾ ഈ മാസം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ചിലർക്ക് വീടൊക്കെ ആയിട്ട് വാങ്ങിക്കാനെ കൊണ്ട് സാധിക്കും. വാഹനങ്ങൾ വാങ്ങിക്കാനെ കൊണ്ട് സാധിക്കും എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ വസ്തു ക്രയവിക്രയങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അത് സ്ഥാനമാനങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ തേടിയെത്തും. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. നേതൃത്വ ഗുണങ്ങൾ പ്രത്യേകിച്ച് പറയുന്നു. ദാമ്പത്യ ജീവിതത്തിലും ഐക്യം സമാധാനം ഒക്കെ ഉണ്ടാവും. അതുപോലെ വാക്കുകൾ അസ്ഥാനത്താവ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പൂർവ്വ സ്വത്ത് സംബന്ധിക്കുന്ന കാര്യങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് അർഹിക്കുന്ന സ്ഥാനമാനങ്ങളൊക്കെ നമ്മളെ തേടിയെത്തും എന്ന് സൂചിപ്പിക്കുന്നു. ഇപ്പോൾ സൗകര്യാർത്ഥം ചിലവർക്ക് വീടൊക്കെ മാറി മറ്റൊരു സ്ഥലത്തേക്ക്, തറവാടൊക്കെ മാറി മറ്റൊരു സ്ഥലത്തേക്ക് അധിവസിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ട് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ജോലി മാറ്റം ആഗ്രഹിക്കുന്ന നല്ല ജോലി കാര്യങ്ങളൊക്കെ വരാം. പുതിയ ജോലി പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ജോലികളൊക്കെ ഈ മാസം വരാം. അപ്പോൾ എല്ലാം അത് നമ്മുടെ ശ്രദ്ധയും കരുതലോട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
അല്പം ദോഷം ഗുരുജനങ്ങൾക്കാണ്, പിതൃക്കൾക്ക് അല്ലെങ്കിൽ പിതാവിൻ്റെ സ്ഥാനത്തുള്ളതായിട്ട് വ്യക്തികൾ അവരുടെ ആരോഗ്യമുതലായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിതൃക്കളെ സ്മരിക്കണം, ദേവതകളെ ആരാധിക്കണം, കുടുംബപരദേവതയെ പ്രത്യേകം ആരാധനാ കാര്യങ്ങൾ ചെയ്യണം. ഏഴരശനി കഴിഞ്ഞിട്ടില്ല, അല്പം കൂടി ഉണ്ട്. അപ്പോൾ ശനിയാഴ്ച ദിവസം വ്രതങ്ങളും ശാസ്താപ്രീതിക്കുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്ത് അത്യാവശ്യം വേണ്ടതായിട്ട് ധർമ്മകാര്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധനം വിനിയോഗിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പ്രാർത്ഥനയും കരുതലോട് മുന്നോട്ട് പോകുന്ന വർഷം ദോഷങ്ങൾ കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ വിശദമായിട്ട് തന്നെ ജാതക പരിശോധനയൊക്കെ നടത്തി വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത്, അതുപോലെ തന്നെ ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ കൂടുതൽ ജാതകവശാൽ പിന്നെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവാനെ കൊണ്ട് ആവശ്യമുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. നേരിൽ വരാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും മുൻകൂട്ടി ബുക്ക് ചെയ്ത് തീർച്ചയായിട്ടും വന്നു ചേരാവുന്നതാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് മകരം രാശിക്കാർക്ക് ഈ മാസം ലഭിക്കുന്ന വിവരങ്ങൾ. അവിട്ടത്തരയും ചതയും പൂരൂരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭൻ രാശിക്കാർക്ക് ഈ 2024 ഏപ്രിൽ മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, സാമ്പത്തികപരമായിട്ട് ധാരാളം അവസരങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടാവും. പക്ഷേ അതങ്ങൾ കൈകൂടി വരാൻ അല്പം കാലതാമസങ്ങളും ഒരു കാര്യം സെറ്റിലാവാൻ വളരെയധികം ബുദ്ധിമുട്ടുകളും മനക്ലേശങ്ങളും നേരിടും എന്നുള്ളത് പറയുന്നു. അപ്പോൾ ധാരാളം യാത്രകളും അലച്ചിലുകളും പരിശ്രമങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും തക്കതായിട്ടുള്ള വലിയ ഗുണങ്ങൾ ഉണ്ടാവില്ല എന്നൊരു സൂചന നമുക്ക് പറയുന്നുണ്ട്. അതല്പം ശ്രദ്ധിക്കണം. വിശ്വാസ വഞ്ചനകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലും പലതരം വ്യക്തികളായിട്ട് ബന്ധങ്ങളും പല പ്രവൃത്തികൾ ചെയ്യാനുള്ളതായിട്ട് സാഹചര്യങ്ങളും പല പ്രവൃത്തികളിലൂടെ നമുക്ക് ധനലാഭങ്ങളും സൂചിപ്പിക്കുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. ചിലർക്ക് കാര്യ തടസ്സങ്ങളൊക്കെ നേരിടാം. അതിനുള്ള പ്രാർത്ഥനയും വഴിപാടും നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. അനാവശ്യമായിട്ടുള്ള ശത്രുതയും വിരോധങ്ങളൊന്നും മാറി നിൽക്കണം. വ്യക്തിത്വ പ്രതിസന്ധികൾ നേരിടും. നമുക്കുള്ള അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാതെ വരിക, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ വരിക, മറ്റുള്ളവരുടെ മനക്ലേശങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള അവസ്ഥകൾ വരിക, നമ്മൾ പരിശ്രമിക്കുന്നതിന് തക്കതായിട്ട് പ്രതിഫലമില്ലാതെ വരിക, ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥകൾ നേരിടാം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ശത്രുക്കളുടെ തലവൊക്കം സൂക്ഷിക്കണം. രാജദൂഷണങ്ങളായിട്ടുള്ള വർത്തമാനങ്ങളോ മറ്റു കാര്യങ്ങളോ വരാതെ നോക്കണം. എല്ലാം ലീഗൽ സൈഡ് പരിശോധിച്ച് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് മാത്രമേ ഏത് പ്രവൃത്തികളും ചെയ്യാൻ പാടുള്ളൂ. പ്രവൃത്തി മണ്ഡലത്തിലാണെങ്കിലും ബിസിനസ് പരമായിട്ട് കാര്യങ്ങളിലാണെങ്കിലും മറ്റ് ഗവൺമെൻറ് തരത്തിലുള്ളതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിലൊക്കെ ഇത്തരം കാര്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ചിലർക്ക് സ്ഥാനഭ്രംശം വരാം, ട്രാൻസ്ഫറോ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ചിലർക്ക് ചില പരാജയങ്ങൾ നേരിടും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും കയറി ഇടപെടുന്നത് അത്രയ്ക്ക് നല്ലതല്ല. മറ്റുള്ളവർ വിരോധവും വരും, പരാജയം വരും, ഒരവസ്ഥ വരും. അത് ശ്രദ്ധിക്കണം. എങ്കിലും പൊതുവെയുള്ള നമുക്ക് സമ്പത്തും ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ട ഒരു യുവകങ്ങളൊക്കെ തന്നെയാണ്. കുടുംബത്തിൽ സൗഖ്യം ഉണ്ടാവും. രാജബഹുമാനാദി കാര്യങ്ങളൊക്കെ നമ്മളെ തേടിയെത്തും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. പൊതുവെ ഈ ഏഴരശനി അതുപോലെ തന്നെ ജന്മശനി നടക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് അല്പം പ്രവാസം, ദൂരദേശയാത്രകൾ, ഒരു അഗ്നിഭയം, ഭാവിയെക്കുറിച്ചുള്ളതായിട്ട് ആകുലതകൾ, ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ഈ സമയത്ത് വേണം. സന്ധിവേദനകളോ വാതജന്യമായിട്ട് അസുഖങ്ങളോ ഒക്കെ വരാം. കുടുംബത്തിൽ ചെറിയ ചെറിയ ബന്ധുക്കളുമായിട്ട് ചെറിയ മനക്ലേശങ്ങളോ അവരുടെ അകൽച്ചയൊക്കെ ഫീൽ ചെയ്യും ഈ സമയത്ത്. സുഹൃത്തുക്കളൊക്കെ അകന്നു പോകുന്നതായിട്ട് ചില സ്ഥിതിവിശേഷം ഉണ്ടാവും. എല്ലാം കൂടി ഒറ്റപ്പെടുന്നതായിട്ട് സ്ഥിതിവിശേഷങ്ങളും കുറച്ച് അല്പം ഭാരങ്ങൾ ജീവിതത്തിൽ വരികയും അതൊക്കെ നമ്മൾ തനിയെ ചെയ്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാഭ്യാസപരമായിട്ട് വലിയ ദോഷങ്ങളില്ല. പഠിതാക്കൾക്കൊക്കെ നല്ല ഒരു സമയമാണ്. അതുപോലെ തന്നെ ദൂരദേശയാത്രകളൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമായിരിക്കും. അതുപോലെ ധനനഷ്ടങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. മോഷണം മുതലായിട്ട് കാര്യങ്ങൾ പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കലഹങ്ങളും വാദപ്രതിവാദങ്ങളും ഒഴിവാക്കുക. യാത്രയിൽ ശ്രദ്ധയും കരുതലും ഈ സമയത്ത് വേണം. അനാവശ്യമായിട്ടുള്ള സാഹസികതകളൊന്നും എവിടെയും പ്രകടിപ്പിക്കാനോ കാര്യങ്ങളോ നിൽക്കരുത് എന്നുള്ള സൂചന തരുന്നുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകെട്ടുകൾ വളരെ പോസിറ്റീവായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രം വയ്ക്കുക, അല്ലാത്ത ഉപേക്ഷിക്കാനും പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് ഈ മാസം സൂചിപ്പിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ ജാതകം പരിശോധിച്ച് മനസ്സിലാക്കുന്ന നന്നായിരിക്കും. കാരണം കാലദോഷങ്ങൾ ഒരുപാടുള്ള ഒരു കാലഘട്ടങ്ങളായതുകൊണ്ട് ആവശ്യമുള്ളത് തീർച്ചയായിട്ടും ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ മാസം ലഭിക്കുന്ന വിവരങ്ങൾ.
പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാർക്ക് ഈ 2024 ഏപ്രിൽ മാസം ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ സർവ്വകാര്യങ്ങളിൽ വിജയമുണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. അർഹിക്കുന്ന പരിഗണനകൾ നമുക്ക് ലഭിക്കുകയും അർഹിക്കുന്ന അംഗീകാരങ്ങൾ നമ്മളെ തേടിയെത്തുകയും ഗവൺമെൻറ് തലത്തിലുള്ളതായിട്ട് അംഗീകാരങ്ങളും മറ്റും നമ്മളെ തേടിയെത്തുകയും ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നു. സാമ്പത്തിക പുരോഗതി, സ്വത്തുവകകൾ നമുക്ക് അനുകൂലമായിട്ട് വരും. പെട്ടെന്നുള്ള ഒരു പ്രശസ്തി, സ്ഥാനമാനങ്ങൾ, പ്രസിദ്ധിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ആയുധവിദ്യകൾ, ശാസ്ത്രജ്ഞാനങ്ങൾ, മോഡേൺ ടെക്നോളജി ബേസായിട്ടുള്ള അറിവുകൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യ ആയിട്ട് ബന്ധപ്പെട്ട അറിവുകൾ, നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഠനവിധേയമാക്കുന്ന കാര്യങ്ങൾ, സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് ചില യോഗങ്ങൾ, ചില പ്രോജക്റ്റുകൾ, ഗവൺമെൻറ് തലത്തിലുള്ളതായിട്ട് അംഗീകാരങ്ങൾ അതൊക്കെ ലഭിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില ദൂരയാത്രകളോ ഒക്കെ വരാം. കർമ്മരംഗത്ത് തീർച്ചയായിട്ടും അഭിവൃദ്ധിയുള്ള ഒരു കാലഘട്ടമായിട്ട് പ്രത്യേകിച്ച് പറയുന്നു. കണ്ണിന് അസുഖങ്ങൾ കടന്നു പോകാം, തലവേദന ഇത്തിരി സൂക്ഷിക്കണം, ഉറക്കക്കുറവുകളൊക്കെ വരാം, ഉഷ്ണരോജന്യമായിട്ട് അസുഖങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എന്നാൽ കൂടെ ഈ ഇടർശനി മുതലായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധികൾ ഇടയ്ക്കിടയ്ക്ക് നേരിടാം. അതുപോലെ ദാമ്പത്യ കലഹങ്ങൾ ഒഴിവാക്കാനായിക്കൊണ്ട് ശ്രമിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ വളരെ ശ്രദ്ധയും കരുതലും വേണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും പലതരത്തിലുള്ള സുഖഭോഗങ്ങളൊക്കെ നമ്മളെ തേടിയെത്തും. സമ്പത്ത്, ഐശ്വര്യങ്ങൾ, സ്ഥാനമാനങ്ങൾ, അർഹിക്കുന്ന പൊതുജന മാന്യത, ബന്ധുജനങ്ങളുടെ സപ്പോർട്ടുകൾ അതൊക്കെ ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. പക്ഷെ ഗുരുജനങ്ങളുടെ വിയോഗങ്ങൾ ചിലവർക്ക് സംഭവിക്കാം. ദൂരദേശ യാത്രകൾ നമുക്ക് ഈ മാസം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ വാഹനയാത്രയ്ക്ക് അല്പം സ്വന്തമായി ഡ്രൈവ് ചെയ്യുന്ന പോകുന്ന കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം എന്ന് സൂചിപ്പിക്കുന്നു. ചിലർക്ക് പെട്ടെന്നുള്ള വല്ല സർജറി, അപകടങ്ങളോ വീഴ്ചകളോ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ വാഗ്വിലാസങ്ങൾ ഉണ്ടാവുമെന്നാവും. നമ്മുടെ വാക്കുകൾക്കൊക്കെ നല്ല മതിപ്പുകൾ കിട്ടും. എന്ന് വെച്ചാൽ നമ്മളെല്ലായിടത്തിലും എല്ലാ കാര്യങ്ങളും പറയാനൊന്നും നിൽക്കരുത്. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയുക, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഐശ്വര്യങ്ങളും വർദ്ധിക്കും, ധനലാഭങ്ങൾ ഒക്കെ നമുക്ക് വന്നു ചേരും. കുടുംബത്തിൽ സൗഖ്യം, സമാധാനം ക്രമേണ വന്നു ചേരും. ഇഷ്ടകാര്യസിദ്ധി, ഇഷ്ടഭക്ഷണ യോഗം, അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ളതായിട്ടുള്ള പരിശ്രമങ്ങൾ അതൊക്കെ നടക്കും. സ്ത്രീകൾക്കാണെങ്കിലും പ്രത്യേകിച്ച് മനസ്സുഖം, ദേഹസുഖം, കുടുംബത്തിൽ സൗഖ്യം ഇതൊക്കെ ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. പൊതുവെ ശനിദോഷ പരിഹാരങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്യുകയും കുറച്ച് ശ്രദ്ധയും കരുതലോടുകൂടി മുന്നോട്ട് പോവുകയും ഒക്കെ വേണം എന്നുള്ള ഒരു ഇതാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിച്ച് അതുപോലെ തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി മുന്നോട്ട് പോവുക. കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതോ കൂടുതൽ ബിസിനസ് പരമായിട്ട് കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതോ അത്രയ്ക്ക് നല്ലതല്ല. സ്വന്തമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരും ജോലിയിലൊക്കെ അല്പം ശ്രദ്ധ വേണം എന്നുള്ള സൂചനകൾ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങളും ഈ സമയങ്ങളിൽ അത്രയ്ക്ക് അങ്ങോട്ട് ശോഭിക്കാൻ സാധ്യതയില്ല എന്നൊരു സൂചനയാണ് നമുക്ക് പറയുന്നത്. വിവാഹമംഗളകർമ്മങ്ങൾ നടക്കാത്തവർ അല്പം കൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് ശ്രദ്ധിക്കുക. മറ്റ് അപവാദങ്ങളോ പ്രശ്നങ്ങളോ വരാതെ നോക്കണം. എടുത്ത തീരുമാനങ്ങൾ പല സാഹചര്യങ്ങളെ കൊണ്ട് മാറ്റി വെക്കേണ്ടതായിട്ട് സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതൊക്കെ അല്പം ശ്രദ്ധിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും ഒന്ന് കൺവിൻസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ഈ മാസം ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. കൂടുതൽ വിശദാംശങ്ങൾ ജാതകങ്ങളൊക്കെ പരിശോധിച്ച് അതിലുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. അത് തീർച്ചയായിട്ടും ജാതകങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് മീനം രാശിക്കാർക്ക് ഈ മാസം ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ അറിവുകൾ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുന്ന പക്ഷം നമുക്ക് അതാത് കാലത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കാൻ സഹായകമാകും. എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്നുള്ള പരാതിക്ക് വരുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് എല്ലാവർക്കും അത് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ സാധ്യമല്ല. എങ്കിലും നമ്മൾ ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കും എന്ന പക്ഷം തീർച്ചയായിട്ടും എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അത് ഉപകാരപ്പെടും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വരും കാലത്തിലുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രയോജനപ്പെടുത്താം. അടുത്തുള്ളതായിട്ടുള്ള വ്യക്തികൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത ശേഷം തീർച്ചയായിട്ടും നേരിട്ട് വരാവുന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഫോണിലൂടെ ബന്ധപ്പെടാം.
വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജ്യോതിഷപരമായിട്ടുള്ള ചെറിയ സംശയങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് വഴി നമ്മൾ ആരും ചോദിക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല. കാരണം എല്ലാവരോടും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്കത് എല്ലാവർക്കും മറുപടി കൊടുക്കാൻ സാധ്യമല്ല. അപ്പോൾ അതിന് ഏത് സംശയമാണോ അതാത് വീഡിയോയുടെ താഴെ നമ്മൾ കമൻറ്റ് ചെയ്യുന്ന പക്ഷം തീർച്ചയായിട്ടും നമുക്ക് മറുപടി കൊടുത്തു വരുന്നുണ്ട്. മിക്കവാറും എല്ലാവർക്കും മറുപടി കൊടുക്കാനായി ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ വിശദമായിട്ട് കാര്യങ്ങൾക്ക് മാത്രം വാട്സപ്പ് വഴി തീർച്ചയായിട്ടും ബന്ധപ്പെടുക. അപ്പോൾ വരുംകാലത്തും തീർച്ചയായിട്ടും വരുംകാലത്തുള്ള എല്ലാ വീഡിയോയും മറ്റും കാണാനായിക്കൊണ്ട് ശ്രമിക്കുക. എല്ലാവർക്കും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഭഗവത്പ്രീതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.